Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുകയാണ്. എന്റെ പേര് അജിൻ ഘോഷ്, തലഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. തലഞ്ഞിയിൽ നിന്ന് അജിൻ ഘോഷ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. 3 വർഷമായി എന്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. പല മരുന്നുകളും കഴിച്ചു, പക്ഷെ അത് ഉണങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ശാലോം ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ട് രോഗിനാഥൻ എന്ന് പറഞ്ഞ പുസ്തകം കാലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രോഗികളുടെ നാഥൻ എന്ന പുസ്തകമാണ് അല്ലേ? പുസ്തകല്ലേ ഇതാണോ? ഇതന്നെ. ഇത് അല്ലേ? ഇത് തന്നെയല്ലേ? ഇതാ, ഇത് ഞാൻ നേരത്തെ കരുതി. ഇതുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഈ പുസ്തകം നേരത്തെ കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഈ ഒരു പുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും 10,000-കണക്കിന് അത്ഭുതങ്ങൾ ലോകത്തിൽ നടന്നതായിട്ട് പല സാഹചര്യങ്ങളെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ധ്യാനത്തിൽ ഇതാ ഒരു കുട്ടിയെ കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഇത് എത്ര നോക്കിയിട്ട് വ്രണം കരിയുന്നില്ല. അവസാനം എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് ഈശോയുടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് രോഗികൾ. ഇതിനകത്ത് മുഴുവൻ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 5 രൂപയോ 6 രൂപയോ ചെറിയൊരു വിലയുള്ള പുസ്തകമാണ്. പ്രിയപ്പെട്ട സഹോദരി, ഈ വചനം അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മോനെ? പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് ഉണങ്ങി കരിഞ്ഞിരിക്കുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് അങ്ങോട്ട് കരിഞ്ഞുണങ്ങിയ അനുഭവമാണ് ഈ കുട്ടിക്കുള്ളത്. ഈ മുറിവ് കാലയിലായിട്ട് എത്ര നാളായിരുന്നു? ഒരാഴ്ചക്കായിരുന്നോ അല്ലെങ്കിൽ കൂടുതലായിരുന്നോ? കൂടുതലായിരുന്നു. ആണോ? 1 മാസം? കുറെ നാളായിട്ട് അങ്ങനെ കുട്ടിക്ക് മുറിവുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഡോക്ടർമാരെ മരുന്നൊക്കെ കൊടുത്ത് കുറെ മരുന്ന് കഴിച്ചു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാരെ കാണിച്ച് കുറെ മരുന്നുകൾ കഴിച്ച്, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ഇതങ്ങോട്ട് വെച്ച് അവസാനത്തെ ഒരൊറ്റ പ്രാർത്ഥന, ഇതിന്റെ ദൈവമേ സുഖപ്പെടുത്തണം, ഇതങ്ങോട്ട് മുറിവിനോട് ചേർത്ത് വെച്ച ഒറ്റ കരച്ചിലാണ്. പിറ്റേ ദിവസം നോക്കാം മുറിവ് കരിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ 25-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും, നിർമ്മലനോട് നിർമ്മലമായും, വിശ്വസ്തനോട് വിശ്വസ്തമായും അവിടുന്ന് ഇടപെടുന്നു. ഈ കുട്ടി നിഷ്കളങ്കമായി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന കർത്താവ് നിഷ്കളങ്കമായി അതേപോലെ ഇടപെട്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വലിയ കണ്ടമാനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. എനിക്കൊരു കാര്യം അറിയാം, നിഷ്കളങ്കമായ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ച അവിടെ ദൈവത്തിന്റെ ശക്തി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം എഴുതിയ ഒരു പുസ്തകം ആ വ്രണത്തിൽ വെച്ചപ്പോൾ ആ വ്രണം പിറ്റേ ദിവസം കരിഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ നേരിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഉണർവോടെ ഇതിൽ പങ്കുചേരാം. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇതിൽ കൂടുന്നവരായിരിക്കാം. എങ്ങനെയാണ് കൂടേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കാം. അച്ഛൻ ഇവിടെ തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഇതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കുടുംബത്തിൽ ആരെങ്കിലും ഇതിനകത്ത് ചേരാനുണ്ടെങ്കിൽ അവരിപ്പോൾ വിളിച്ചു വരുത്തുക. എന്നിട്ട് കുടുംബമായിട്ട് ഒരുമിച്ച് ഇപ്പോൾ ഇതിൽ പങ്കുചേരുക. ഇപ്പോൾ അച്ഛൻ പറയണത് പോലെ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ആദ്യം ദൈവത്തിൻ്റെ അരൂപി നിറയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കൂട്ടത്തിലുള്ളവരുടെ മേലും നിറയാൻ വേണ്ടി ഇപ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒരുവേള നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് പ്രാർത്ഥനയിൽ അതരം തുറന്ന് ഉറക്കെ ഏറ്റു പറയാതിരിക്കരുത്. നിങ്ങളിപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നാൽ അച്ഛൻ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് മറുപടി ഏറ്റു പറയണം. അതേപോലെ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് നിങ്ങളത് ഏറ്റു പറയണം. ഇപ്പൊ ഇത് എവിടെ ഇരുന്നാണ് നിങ്ങൾ കേൾക്കുന്നത്, അവിടെ ഇരുന്ന് ഏറ്റു പറയണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപവും പാപമാർഗങ്ങളും വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, പിശാചിനെയും അവന്റെ എല്ലാ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നിറയണമേ. കുട്ടികളിലേക്ക് നിറയണമേ. രോഗികളിലേക്ക് നിറയണമേ. തകർന്ന കുടുംബങ്ങളിലേക്ക് നിറയണമേ. 2 കരങ്ങൾ ഉയർത്തി അറിയാവുന്നതുപോലെ ഉറക്കെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
ഇപ്പോൾ വ്യാപരങ്ങളെ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. ഹോളി സ്പിരിറ്റ്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ, കൈയടിച്ച് അകറ്റത ശക്തിമേനി അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ഒരുമിച്ച് പാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ, അകറ്റത ശക്തിമേനി അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ കുടുംബങ്ങളിലേക്ക് എല്ലാം വ്യാപരിക്കണമേ. ഈ ദാസിദാസന്മാരുടെ മേൽ നിറയണമേ, ഈ മക്കളുടെ മേൽ നിറയണമേ. എല്ലാ തിന്മകളും അന്ധകാരങ്ങളും വിട്ടുമാറി പോട്ടെ. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, പാപത്തിൻ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തിയിലേക്ക് അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. ഇപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടും കൂടെ ദൈവത്തെ ഉറക്കെ ആരാധിക്കുന്നു. ആരാധന. ഓ തളർവാദം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, അറിവിപ്പ് മാറിപ്പോട്ടെ. ഓ യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ജീവിതം നമ്മുടെ ആലോചനയിൽ ഊന്നിയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. 49 വർഷമായിട്ട് എൻ്റെ വയസ്സാണ്. ഞാൻ മദ്യപാനം തുടങ്ങിയിട്ട് ഒരു 10-38 വർഷമായി. ചെറുപ്പകാലങ്ങളിൽ ഞാൻ മദ്യപിക്കാൻ ഒരു അടിമത്തം എനിക്കതിലുണ്ടാകാൻ സാഹചര്യം ഉണ്ടായി. ഫോറസ്റ്റിന് അരികിലായിരുന്നു എൻ്റെ വീട്. അവിടെ ഈ മദ്യം കലക്കി വെക്കുന്ന വലിയ ബാലറുകളുണ്ടായിരുന്നു. അതിനകത്ത് ഫുള്ളായിട്ട് വാഷുണ്ടാവും. വാഷെന്ന് ഞാൻ മുക്കി സകലിച്ച് കുടിക്കുമായിരുന്നു. പക്ഷേ അത് എന്നെ പിന്നീട് അതൊരു വലിയൊരു ആപത്തിലേക്കാണ് നയിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് രഹസ്യമായുള്ള മദ്യപാനം അത് പരസ്യമായി. 10 വർഷത്തോളം രഹസ്യമായി സൂക്ഷിച്ചു കൊണ്ടുപോയിരുന്ന മദ്യപാനം പിന്നീട് ഒരിക്കലും അത് ഇങ്ങനെ തകരുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. വളർന്ന് പന്തലിച്ചു വന്നപ്പോഴേക്കും എൻ്റെ എല്ലാ സമനിലകളും തെറ്റിത്തുടങ്ങി. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തളർന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വന്നു. ഓരോ നിമിഷവും തളർന്നു വീണുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഇതിൽ നിന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒരു മോചനം തരണമേ. അങ്ങനെ ഇരിക്കെ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ധ്യാനം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ലീഡറായ ഡൊമിനിക്ക് ഇത് അറിയിക്കേണ്ടായി എൻ്റെ ഭാര്യയോട്. പക്ഷേ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഇനിയിപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ പ്രാർത്ഥിച്ചും വലിയ ആളായിട്ടൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി വന്നതല്ലേ,
അങ്ങനെ നീ പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ മൂപ്പത്തിയരെ ഞാൻ വളരെയധികമായി ഒരു വിമർശനം നടത്തി. അന്ന് രാത്രി തന്നെ വളരെയധികം പൈശാചികമായ ഒരു മദ്യപാനത്തോടു കൂടിയാണ് എൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് ഞാൻ കയറി വന്നത്. ബൈബിളുകൾ വലിച്ചെറിയുകയും കംപ്ലീറ്റ് അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് എൻ്റെ എല്ലാ സമനിലകളും തെറ്റി. പിന്നീടുള്ള ജീവിതം എനിക്ക് വളരെയധികം ദോഷകുലമായി. ഞാൻ അവിടെ നിന്ന് പിന്നീട് ഉള്ള ദിവസങ്ങളിലെല്ലാം 3 ലിറ്റർ വരെ ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. കഴിച്ച് എനിക്ക് അബോധാവസ്ഥയായാലും ഞാൻ എങ്ങനെയായാലും വീട്ടിലോട്ട് തപ്പിപ്പിടിച്ച് നടന്നു വരുമായിരുന്നു. എങ്ങനെ ബസ്സിലോട്ട് കയറുന്നു, എങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ആനമയക്കി എന്ന് പറയുന്ന കള്ള് ഞാൻ കുടിക്കാനിടയായി. വയറു നിറയെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലേശം പൈസ തരാനുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. നീ ഇതുവരെയും എനിക്ക് അതിൻ്റെ ആ പൈസ തന്നില്ല എന്ന് പറഞ്ഞ് 2 തെറിയങ്ങ് പറഞ്ഞു. പോരെ പൂരം കയറി മോട്ടോർ സൈക്കിളിലോട്ട് കയറി നേരെ കൊണ്ടുപോയത് ബാറിലോട്ടാണ്. ഫുള്ളായിട്ട് അവിടെ നിന്ന് എനിക്ക് മദ്യം വാങ്ങിച്ചു തരികയും ഞാനത് കഴിച്ച് നേരെ വീട്ടിലോട്ട് പിന്നെ എന്നെ മോട്ടോർ സൈക്കിൾ തന്നെ കൊണ്ടുവന്ന് ഇറക്കുകയും പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയും ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ എൻ്റെ വീടിന് കുറേ അപ്പുറമായി ഒരു 3-4 കവലയിൽ ഇറങ്ങിയപ്പോൾ നേരെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്ന ആള് പറഞ്ഞു, ഓ അതൊരു മദ്യപാനിയാണ് വന്നിറങ്ങുന്നത് പറഞ്ഞു. പോരെ പൂരം ഞാൻ അയാളെ 4 എണ്ണം അവിടെ നിന്ന് അങ്ങ് വെച്ച് കീച്ചി പോയ. അതോടുകൂടി ഞാൻ എൻ്റെ സമനിലയെല്ലാം തെറ്റി നേരെ നടന്ന് ഒരു ഡബറും തോട്ടത്തു കൂടി നടന്നിങ്ങനെ പോന്നു. കണ്ണൊന്നും അപ്പോഴേക്കും കാണാൻ പറ്റാത്ത രീതിയിലായി എൻ്റെ മദ്യപാനം മൂത്ത്. നേരെ വന്ന് ഒരു പൊട്ടക്കിണറ്റിലേറ്റു നേരെ താഴ്ത്തോട്ടങ്ങ് പോയി. നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് താന്നുപോയ ഞാൻ അവിടെ വെള്ളത്തിൻ്റെ അടിയിലൊന്നും പോയപ്പോഴൊന്നും എൻ്റെ വായിലോ മൂക്കോ എവിടെയും വെള്ളം കയറിയില്ല. ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് 2 വയസ്സായ എൻ്റെ മകനെ ഓർമ്മ വന്നു. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ നാളെ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ, മരണം തന്നെ എൻ്റെ മിച്ചം എന്ന് ഞാൻ അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ശുദ്ധിപ്പോടുകൂടി ഉയർന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മുകളിലോട്ട് കയറി ഞാൻ എങ്ങനെയെങ്കിലും കയറി കരപറ്റി. പിന്നീട് നോക്കുമ്പോൾ എനിക്ക് ധൈര്യം മൂത്തു. പിന്നീടും വെള്ളത്തിലേക്ക് തന്നെ ചാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴേക്ക് ആൾക്കാരെല്ലാം കൂടി വർഗീസേ നീ അതൊന്നും ഇതൊന്നും ചെയ്യരുത്, നീ വീട്ടിലോട്ട് പോടാന്ന് പറഞ്ഞു. ഞാൻ അയാളെയും തെറി പറഞ്ഞു. അന്നേരം വർഗീസേ എന്ന് 3 പ്രാവശ്യം അയാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അവരെന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. പിന്നീടും അതേപോലെ തന്നെ ഞാൻ പണിസ്ഥലത്തോട്ട് ചെന്ന് കുറേ ദിവസങ്ങളും നാളുകളും കഴിഞ്ഞപ്പോൾ ഞാനൊരു വലിയ ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ട് കയറാനിടയായി. അന്നും രാവിലെ മുതലേ മദ്യപാനം തുടങ്ങിയിരുന്നു. ദിവസം എനിക്ക് മദ്യമില്ലാതെ ഒന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സന്ധ്യയായപ്പോൾ ഒരു 6 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നൊരു നല്ലൊരു കമ്പനിയുണ്ട്, നീ ഇന്ന് നല്ല ഒരുങ്ങിയിരുന്നു പറഞ്ഞു. പകൽ മുതലെയുള്ള കുടിയും വൈകുന്നേരമായപ്പോൾ എനിക്കുള്ള ആ സൽക്കാരവും കൂടിയായപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്ത് അങ്ങ് ചെരിച്ച് വെച്ചിട്ട് ഈ തുള്ളി വീഴുള്ള ആ മദ്യക്കുപ്പി ആ ഗ്ലാസ്സിലോട്ട് ചെരിച്ച് വെച്ച് ഞാനങ്ങോട്ട് ചെറിയൊരു മുട്ടയൊക്കെ വറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ആ ഗ്ലാസ് അങ്ങ് നിറഞ്ഞിരുന്നിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, ഞാനങ്ങ് എടുത്തങ്ങ് മോന്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീടെല്ലാം മൊത്തം നിരപ്പായി. നേരെ താഴെ കൂടി നടന്നു പോകേണ്ട ഞാൻ നേരെ കോണിപ്പടി കൂടി കയറി അങ്ങ് മേലോട്ട് പോയി. നേരെ പോയിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് കിടക്കണം. അവിടെ പോയി അങ്ങോട്ട് വീണു. കാലിന് കാല് അവിടെ നിന്ന് അനക്കാനും വയ്യ, ഒന്നും വയ്യ. അപ്പം തന്നെ കൊണ്ട് പിന്നെ ബാൻഡേജ് ഇട്ടു. 6 മാസത്തോളം ഞാൻ കിടക്കേണ്ടി വന്നു. നിങ്ങൾ കേട്ടു എന്തുമാത്രം ഒരു തകർച്ചകളിൽ പോയി കർത്താവിൻ്റെ ദാസനാണത്. 6 മാസത്തോളം കിടക്കുകയും ചെയ്തു. ഞാൻ ബാൻഡേജ് ഇട്ട് കിടന്നപ്പോഴും എനിക്ക് പിന്നെ കുടിക്കാൻ പോകണം. അപ്പോൾ വേറെ ഒരു വ്യക്തി എനിക്കൊരു ആപ്പ് ഉണ്ടെന്ന് തന്നു. ഞാനത് സകലിച്ച് തുള്ളിച്ചായിട്ട് ഇങ്ങനെ കുടിക്കും. വേറെ ആരും കൊണ്ടുവന്ന് തരില്ലല്ലോ. രോഗക്കിടക്കയിൽ കിടന്നിട്ട് പോലും ഇതാണ് സ്ഥിതി. അതിൽ ഞാൻ നോക്കിക്കാടി നടന്നു ഈ കാല് എങ്ങനെയെങ്കിലുമൊക്കെ ബാൻഡേജൊക്കെ ഞാൻ തന്നെ ഊരി, ഡോക്ടറെ കൊണ്ടൊന്നും ഊരിപ്പിച്ചില്ല, ഊരി ഞാൻ തന്നെ അങ്ങനെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ ഇടയായത്. 3 വർഷത്തോളം ധ്യാനം കൂടി ഈ ആദ്യ വെള്ളിയാഴ്ച. ഈ 3 വർഷവും ഞാൻ ഈ ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടിയിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തണം എന്നെനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നാണ് ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വന്നത്? എന്നാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്? 3 വർഷങ്ങൾക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ഒരു അഭിഷേകത്തിന് കൺവെൻഷൻ സംബന്ധിച്ച് അന്ന് തന്നെ ആ മദ്യപാനം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ
നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ മദ്യം നിൽക്കും എന്നുള്ളതൊന്നും. അത് നിൽക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ്. കാരണം രോഗക്കിടക്കാൻ നിന്നിട്ടില്ല, കിണറ്റി വീണ്ടും നിന്നിട്ടില്ല, കെട്ടിടത്തിന് താഴെപ്പെട്ട് നിന്നിട്ടില്ല, പിന്നെ ഇവർ ധ്യാനം കൂടെ നിൽക്കുമോ? മദ്യം കഴിക്കണോ കഴിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഞാൻ ബത്തേരി വയനാട്ടിലേക്ക് ഒരു യാത്ര ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഒരു പെഗ് കഴിക്കാനിടയായി. പിന്നീട് ആ ഒരു പെഗ് കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വിസർത്ത് കുളിച്ച് ഞാൻ ആകെ അവസ്ഥനായി. വേർക്ക ശരീരമാകെ വേർത്ത്. പിന്നെ എല്ലാവരും ഇവിടെ വന്ന ധ്യാനം കൂടി പോയി. പിന്നെ ഒരാഴ്ച കുടിച്ചേക്കാൻ നോക്കിയപ്പോൾ ശരീരം കംപ്ലീറ്റ് അങ്ങോട്ട് വേർക്കാൻ, മദ്യം കുടിക്കാപ്പോൾ ശരീരം വേർക്കാൻ തുടങ്ങുക. അങ്ങനെ ഞാൻ ആ മദ്യം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ഈ 3 വർഷം ഈ ധ്യാനം കൂടി 3 വർഷം ഇന്നേ വരെ മദ്യം തൊടില്ല. എനിക്ക് മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു ദുശീലം ഉണ്ടായിരുന്നു. ഈ ഒരു ആസ്പറും മേടിക്കുക, സിസർ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഞാൻ വലിച്ചിട്ട് പച്ചവെള്ളം കുടിച്ച് ലഹരി മൂപ്പിക്കുമായിരുന്നു. അതും എൻ്റെ ഒരു കിട്ടാത്ത സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. പുകല നീരിറക്കുക, ഇങ്ങനെയുള്ള എല്ലാ ദുശീലമായ ലഹരികളുടെ എല്ലാത്തരം മദ്യങ്ങളും ഞാൻ കൂട്ടിക്കലർത്തി കുടിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ആദ്യത്തെ ഈ ധ്യാനം കൂടുന്ന സമയത്ത് ഒരു മിക്സർ വിഭാഗം മദ്യപാനം മരുതെന്നൊരു കാസറ്റ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ്. അതായത് ആദ്യ വെള്ളിയാഴ്ച ആൾക്കാർക്ക് വന്നപ്പോൾ മദ്യപാനം അരുത്, മിശ്രവാഹം അരുന്നൊരു CD ഉണ്ടായിരുന്നു. ആ CD എന്തായാലും ഈ ചേട്ടൻ വാദനം കേട്ടപ്പോൾ മേടിച്ചിട്ട് പോയി. ഞാനത് പല പ്രാവശ്യം CD ഇട്ട് കാണാനിടയായി വീട്ടിൽ നിന്ന്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഈ വചനം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ബോധ്യം വന്നു. ദൈവം ഇനി ഒരിക്കലും എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിമോചനമാണെന്ന്, ഒരിക്കലും ഇത് കുടിക്കാനോ മറ്റു ദുശീലങ്ങൾക്കോ ഒന്നും എന്നെ അടിമപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് എല്ലാ പ്രാവശ്യവും ഇവിടെ രാത്രി പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആ സമയത്തും ഇവിടെ ആൽത്താരകളൊക്കെ ഒരുക്കാൻ വേണ്ടി എന്നെ ഡോമിനിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൂക്കളൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ആ ഓരോ പൂക്കൾ വെക്കുമ്പോഴും പറയും, മാലാഖമാരെ എന്നെ കാത്തുകൊള്ളണം. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക് എത്രയോ വലിയൊരു ഇടപെടലാണ് കർത്താവ് ഈ ദാസന്റെ ജീവിതത്തിലേക്ക് ചെയ്തത്. 2 കരങ്ങൾ ഇരിക്കുന്നതോടെ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി ഈ ഒരു അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണേ കർത്താവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ ജീവിതം നമ്മുടെ ചിന്ത പോലെ എന്നുള്ളത് ദൈവവചനപ്രകാരം നാം ഇന്ന് ഗ്രഹിക്കാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം 16 തൊട്ട് 18 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നിന്നാണ് നാം വായിച്ചു കേൾക്കുന്നത്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിന്തയ്ക്ക് ഒരുപാട് ഉന്നതമായ സ്ഥാനമുണ്ട്. വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്, എല്ലാ പ്രവൃത്തിയുടെയും എല്ലാ ഉദ്യമങ്ങളുടെയും ആരംഭം ഒരു ചിന്തയിലാണ്. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഒരു ചിന്ത, അത് നല്ല ചിന്തയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല വഴിക്ക് പോകും. അതൊരു പൊട്ട ചിന്തയാണെങ്കിൽ നമ്മുടെ ജീവിതം ചീത്ത വഴിക്ക് പോകും. ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. എല്ലാ ഉദ്യമങ്ങളും ഒരു ആലോചനയുടെ തുടർച്ചയാണ്. ശരിയാണ്, ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് തൊട്ട് മുമ്പ് ഒരു ആലോചന. 17-ാമത്തെ വചനം, ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. ചിന്ത ബുദ്ധിയിലും മനസ്സിലും അല്ല, ചിന്തയുടെ വേര് കിടക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പോൾ ഒരു ദുഷിച്ച ഹൃദയമാണെങ്കിൽ അതിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത്, എനിക്ക് മദ്യപിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ ഒരു ചിന്തയല്ലാതെ വേറൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ചിന്ത വന്നപ്പോഴാണ് ആ അശുദ്ധ ചിന്തകളെല്ലാം വിട്ടുമാറിപ്പോയത്. അപ്പോൾ ഹൃദയത്തിലാണ് ചിന്ത വേരൂന്നി കിടക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ജാഗരൂകതരെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അങ്ങനത്തെ ചിന്തകളാണ് നമുക്ക് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിന്ത ഹൃദയത്തിൽ വേരൂന്നി കിടക്കുന്നു. ഇനി 18-ാമത്തെ വാക്യം, അതിന് 4 ശാഖകളുണ്ട്. നമ്മുടെ ചിന്തയ്ക്ക്, ഹൃദയത്തിൽ നിന്നും വരുന്ന ആ ഒരു സ്വതസിദ്ധമായ ചിന്തയ്ക്ക്, ആലോചനയ്ക്ക് 4 ശാഖകളുണ്ട്.
നന്മയും തിന്മയും ജീവനും മരണവും. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നന്മ, തിന്മ, ജീവൻ, മരണം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തയ്ക്ക് ഈ 4 ശാഖകളുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ചിന്ത, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ, ദൈവത്തിൻ്റെ ആലോചന, ഇതാണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് ജീവനാണ്, അത് നന്മയാണ്. എന്നാൽ അശുദ്ധി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും അശുദ്ധമായ ചിന്തകൾ വരണമെങ്കിൽ അത് മരണമാണ്, അത് ചീത്തയാണ്, അത് തിന്മയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 16 തൊട്ട് 18 വരെ തിരുലിഖിതങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രബോധനമുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ഒരു ഉപമ ആദ്യം തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരമാണെങ്കിൽ അത് ഭൂമി കുലുക്കം വന്നാൽ പോലും അനങ്ങുകയില്ല. അത് ബലിഷ്ഠമാണ്. ഇതുപോലെ നമ്മുടെ ബലിഷ്ഠമായ ചില ചിന്തകൾക്ക് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അടിത്തറയിടണം. ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനം കിട്ടിയപ്പോൾ ആ ദൈവത്തിന്റെ ചിന്ത കൊണ്ട് ജീവിതത്തിന് അടിത്തറയിട്ടു. ബലിഷ്ഠമായ ഒരു ചിന്ത, ഒരു ഉത്തരം അങ്ങോട്ട് വെച്ച്. Praise the Lord. Praise the Lord. ഇനി അടുത്ത വചനം. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും, സമ്മർദ്ദങ്ങൾ വരും, സങ്കീർണ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം നടുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ആലോചനയുള്ള ഒരു മനസ്സ് വേണം. വചനം പഠിപ്പിക്കുകയാണ്, ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് സുദൃഢമായ ഒരു മനസ്സ് ഏത് വിപത്ത് സന്ധിയിലും ഇളകുകയില്ല. Praise the Lord. Praise the Lord. അടുത്ത വചനം. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം, നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കണം. ഈ ബുദ്ധിപൂർവമായ ആലോചനയുടെ അടിസ്ഥാന ദൈവവചനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ആലോചനകളെ കൊണ്ട് സ്വീകരിച്ച് നല്ല ചിന്തകൾ കൊണ്ട് അടിത്തറയിട്ട് ഉത്തരം വെച്ച് കഴുകോലിട്ട് നമ്മുടെ കുടുംബത്തിന് അലകും പിടിയും പിടിപ്പിക്കണം, നമ്മുടെ ജീവിതത്തിന് അലകും ചിട്ടയും ഉണ്ടാക്കണം, ഡിസിപ്ലിൻ ഉണ്ടാക്കണം. എന്നിട്ട് പറയാണ്, അങ്ങനെ ഡിസിപ്ലിൻ ചെയ്ത് നല്ല ബലിഷ്ഠമായ ഉത്തരവും കഴുക്കോലും വെച്ച മോന്തായൊക്കെ ഉള്ള ഒരു വീട് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ, ഒരു ബലിഷ്ഠമായ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, അത് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെ തന്നെ അനേകർക്ക് ആനന്ദം പകരുന്നു, അനേകർക്ക് ഉന്മേഷം പകരുന്നു, അനേകർക്ക് ഉത്തേജനം കൊടുക്കുന്നു. വലിയ ലോകത്തിന്റെ വിസ്മയമായി അത് മാറുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആ ചേട്ടൻ നമ്മളോട് അനുഭവം പറഞ്ഞ ചേട്ടൻ ഇന്ന് കർത്താവിന്റെ വിശുദ്ധ ശുശ്രൂഷകളിൽ അനേകർക്ക് വിസ്മയമാണ്, അനേകർക്ക് ആനന്ദമാണ്, അനേകർക്ക് ഉത്തേജനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ മാറാൻ നമുക്കും കഴിയും. Praise the Lord. Praise the Lord. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മനസ്സ് വെച്ചാൽ ഇന്ന് തൊട്ട് നിനക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയും. ജെറമിയ 13:23. എത്യോപ്യക്കാരനതിന് തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? എങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ഇന്നു മുതൽ നന്മ ചെയ്യാൻ കഴിയും. നിന്റെ മനസ്സ് ആലോചന കൊണ്ട് ഉറപ്പിക്കണം, ദൈവചിന്ത കൊണ്ട് ബലിഷ്ഠമാക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാം. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്, കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്ന് ഓ ആത്മാവേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തി മേരി അഗ്നിയയക്കൂ. ദൈവമേ അഗ്നിയയക്കൂ, പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തി മേരി അഗ്നിയയക്കൂ. ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമ 8:13-14 തിരുലിഖിതങ്ങൾ ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിധനിക്കുന്നെങ്കിൽ നീ ജീവിക്കും. Praise the Lord. Praise the Lord. Amen. 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 Come, Lord Jesus. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, സത്യത്തിൽ ആരാധിക്കാം. അപ്പമായി മാറിയ നാഥനോടൊത്തിന്ന് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. ആത്മാവിൻ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, സത്യത്തിൽ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടുകൂടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ, 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 യേശുവേ. കർത്താവിനെ, സത്യത്തിൽ ആരാധിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, സത്യത്തിൽ ആരാധിക്കാം.